ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മുടെ ഇന്ത്യയിൽ റെയിൽവേ ഇപ്പോൾ കന്യാകുമാരി മുതൽ ശരിക്കും ജമ്മു കാശ്മീരിൽ ജമ്മു, അത് കഴിഞ്ഞിട്ട് ഉദംപൂർ വരെയാണ് ശരിക്കും റെയിൽവേ ഉള്ളത്. അതിനുശേഷം പിന്നെ അവിടെ മലനിരകളൊക്കെ കൂടിയ ആ മല പ്രദേശങ്ങളായതുകൊണ്ട് ഇല്ല. പക്ഷേ ബനിഹാൾ അതിനുശേഷം കുറച്ച് ഒരു 10-80 കിലോമീറ്റർ കഴിഞ്ഞ ശേഷം ബനിഹാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെയും നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാശ്മീരിലേക്കുള്ള ഇതാണ്. ആ കാശ്മീരായിട്ട് ബാരാമുള്ള അങ്ങനെ പിന്നെ കുറച്ച് സ്ഥലങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അതായത് ഈ വിൻ്ററിൽ ഇതിന് സമയമാറ്റം ഉണ്ടാവും. ഇതാണ് ഈ കാണുന്നത്. സാധാരണ ടൈം അല്ലാതെ വിൻ്ററിൽ വേറെ ടൈമുണ്ട്. പിന്നെ ശ്രീനഗർ വരെ ഏകദേശം 355 രൂപയാണ് ട്രെയിൻ ചാർജ്. 90 കിലോമീറ്റർ യാത്ര ചെയ്യാനാണ്. സാധാരണ നമ്മുടെ റെയിൽവേയിൽ 90 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇത്രയും പൈസ വരില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അവിടെ ചാർജ് ഇത്തിരി കൂടുതലാണ്. കാരണം ഇതെല്ലാം അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ റെയിൽവേയുടെ ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. കാരണം ഇവിടുന്ന് എല്ലാ ബോഗികളും എല്ലാം ഉറക്കിക്കൊണ്ടുപോകണം നമുക്ക് കാണാൻ പറ്റും അവിടെ എത്തിക്കാനുള്ള. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു കാണാനുള്ളൊരു ഭംഗി. ഞാൻ അതുകൊണ്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ കാണാൻ ചെന്നത്. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടുപോയി. അതുകൊണ്ട് ആ ട്രെയിൻ ആ മഞ്ഞ് മൂടി ആ പാളത്തിലൊക്കെ മഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതുകൂടി ആ ട്രെയിൻ അതിലൂടെ വരുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ വേണ്ടിയാണ് ചെന്നത്. പക്ഷേ കാണാൻ പറ്റിയില്ല. എന്തെങ്കിലും ആട്ടെ. ഇതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. കാശ്മീരിലേക്ക് നമുക്ക് ട്രെയിനിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജമ്മു ഉദംപൂർ വരെ ട്രെയിനിൽ ചെല്ലുക. അവിടെ നിന്ന് ടാക്സി പിടിച്ച് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ വരെ ചെല്ലുക. അവിടെ നിന്ന് വൈകിട്ട് 5 മണിക്കാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ട്രെയിൻ. അപ്പം അതിന് ശ്രീനഗർ വരെയില്ല. ഇതാണ് മഞ്ഞുമൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ.